പാതിരാക്ക് മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഷോപ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു. ഒരു 11 മണിയായപ്പോഴത്തേക്കാണ് ഷോപ്പിലേക്ക് പോയത്. ഷോപ്പിലിപ്പം ടർക്കിഷ് ഗൗണിൻ്റെ വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ എല്ലാം ഡെലിവറി ചെയ്യാനുള്ള ടൈമായി. നോമ്പിന് നമ്മൾ പെരുന്നാൾ ഓർഡേഴ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തം നമുക്ക് ബ്രൈഡൽ വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞ് ഓരോരുത്തരായി മെസ്സേജ് അയച്ച് തുടങ്ങിയ ഡ്രസ്സിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും റെഡി ആയെന്നുള്ളത് എല്ലാ വർക്ക്സും ഫിനിഷിങ് സ്റ്റേജിലാണ് ഉള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് ചിലർ പർച്ചേസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്വന്തം ചേച്ചീൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെയിലിന് ആവശ്യമായ ലേസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. സിൽവർ കളർ ബോർഡർ നോക്കി നല്ലതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നാളെ കൊടുക്കേണ്ട ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഒപ്പിച്ചങ്ങ് പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. ഒരുപാട് നോക്കി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ത്രെഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഡ്സ്, പേൾസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം നോക്കി. ഇതാണ് നമ്മളെ ഷിനിയേച്ചിനെ കാണാണ്ട് ഒരു ദിവസം പോലും നമ്മളെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഒരു മെറ്റീരിയൽ ഫോട്ടോസും വീഡിയോസും എടുക്കാനുണ്ടായിരുന്നു, കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. അതും നോർമലി പുറത്തുനിന്ന് വരുത്തിക്കുന്ന സാധനമാണ്. പക്ഷേ എമർജൻസി കാരണം ഇവിടെ നിന്ന് തന്നെ എടുക്കേണ്ടി വന്നു. അപ്പോൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴാണ് ഓർമ്മ വന്നത് ആവശ്യമുള്ള ഒരു പേൾ എടുക്കാൻ മറന്നുള്ളത്. നേരെ വീണ്ടും ചേച്ചീൻ്റെ മേലത്തെ ഷോപ്പിലേക്ക് പോയി അവിടുന്ന് പേൾസ് പർച്ചേസ് ചെയ്തു. ഈ പേൾസിൻ്റെ ഒക്കെ പുതിയതായിട്ടുള്ള മണം എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. അതൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കി അവിടുന്ന് പർച്ചേസൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് വന്നു. ഷോപ്പിൽ ഇനി ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സ്കെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വരയും പരിപാടിയൊക്കെ ആയി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. അവർക്കത് വരച്ചു, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കലാണ്. ഏകദേശം ഒരു 2 മണിയപ്പോൾ ആയത്തേക്കും ചോറ് തിന്നാൻ വേണ്ടി പോയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്ത് അതും കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന മുമ്പായിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ചോറൊക്കെ തിന്ന് കുറച്ച് ഉറങ്ങി ഒരു 4 മണി ഒന്ന് ബീച്ചിലൊക്കെ പോയി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അവിടുന്ന് കാറ്റും വെളിച്ചമൊക്കെ കണ്ട് നേരെ തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ വന്നു. ഇതൊക്കെ നമുക്ക് ഇനി ഡിസ്പാച്ച് ചെയ്യാനുള്ള ഐറ്റംസാണ്. എല്ലാം ഓൺലൈൻ ഓർഡേഴ്സാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ടർക്കിഷ് ആൻഡ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇതിൽ 1, 2, 3 ഐറ്റംസിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെ നാളെ അയച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ പണി തീർത്ത് കഴിഞ്ഞാൽ നാളെ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഔട്ട്ഫിറ്റും റെഡിയാക്കി വീഡിയോസിനൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇളകിപ്പോകുന്ന ഹാൻഡ് വർക്ക്സൊക്കെ സ്റ്റിച്ചിങ്ങിന് ശേഷം സൂചിയിൽ തന്നെ ഇങ്ങനെ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള 2 ഔട്ട്ഫിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡമ്മിൻ്റെ പ്രോബ്ലം ഇതുവരെ നമ്മളെ വിട്ട് മാറിയിട്ടില്ല. നമുക്കെന്തോ ശാപം കിട്ടിയ പോലെയുണ്ട്. ഒരു ഡമ്മിയും നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് സെറ്റായി കിട്ടുന്നില്ല. ഇതിനെന്താ പരിഹാരം എന്നുള്ള ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഡമ്മിക്ക് സെറ്റാകാത്തതുകൊണ്ട് തന്നെ ഡമ്മിക്ക് ഔട്ട്ഫിറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടും അങ്ങനെ ഡമ്മിൻ്റെ ചെരിവും കളവും കാര്യങ്ങളൊക്കെ കാരണം തന്നെ ഔട്ട്ഫിറ്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒപ്പിച്ച് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ കണ്ണൂർ കോക്ടെയിൽ പോയി ഒരു കോക്ടെയിലൊക്കെ കുടിച്ച് നമ്മളെ തണുപ്പിച്ചു. അടിപൊളിയായി. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. ഇനി നാളെ അടുത്ത പരിപാടിയൊക്കെ ആയിട്ട് ഇതേപോലെ തുടരും. അപ്പോൾ ബൈ.